ഇന്ന് കർക്കിടകം ഒന്നല്ലേ, അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇതാ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വിളക്ക് കത്തിക്കാനായിട്ട് പോവാട്ടോ. അപ്പോൾ ഈ 1-ാം തീയതിയും എന്തെങ്കിലും വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടാട്ടോ ആ ദിവസം തുടങ്ങുന്നത്. ഇന്നലെ തന്നെ വൈകുന്നേരം തൂത്ത് തുടച്ചെല്ലാം വൃത്തിയാക്കി ഇട്ടിട്ടാണ് കിടക്കുക. അപ്പോൾ എഴുന്നേറ്റ് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് വിളക്ക് കത്തിച്ചാൽ മതി. പിന്നെ അല്ലെങ്കിൽ തൂക്കാനും തുടക്കാനും ഒക്കെ രാവിലെ, അപ്പോൾ അതൊരു ഐശ്വര്യമല്ലല്ലോ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് വിളക്ക് കത്തിക്കണമെന്നുള്ളൊരു രീതിയിൽ ഇന്നലെ തന്നെ എല്ലാം വൃത്തിയാക്കി തൂത്ത് തുടച്ചിട്ടൊക്കെ ആട്ടോ കിടന്നത്. എല്ലാ മാസം 1-ാം തീയതി എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉള്ള ദിവസം ഇങ്ങനെ ഒരു നല്ലൊരു സ്റ്റാർട്ടിങ് അല്ലേ, നമുക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിനോട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രത്യേക സന്തോഷമാണ് അല്ലേ. അത് കഴിഞ്ഞിട്ട് ഞാൻ രാമായണവും കുറച്ച് നേരം ടി വിയിൽ ഇങ്ങനെ വെച്ചിട്ട് വോളിയത്തിൽ വെക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും കേൾക്കട്ടെ, ഉറങ്ങണവരൊക്കെ കേൾക്കട്ടെ എന്ന് ഓർത്തിട്ടാണ് വെക്കണത്. പിള്ളേരൊക്കെ ഉറക്കായിരിക്കുമല്ലോ. എന്നിട്ട് ഞാൻ പിന്നെ അടുക്കളയിലേക്ക് വന്നിട്ട് എൻ്റെ ഓരോ പണികളൊക്കെ തീർക്കാണ് കേട്ടോ. അപ്പോൾ ടി വിയിൽ അതിങ്ങനെ കേട്ടുകൊണ്ടാണ് പണിയൊക്കെ എടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഡിവോഷണൽ, ഒരു ഡിവൈൻ ഫീലിംഗ് ഒക്കെ ആ ഒരു രീതിയിൽ അങ്ങനെ ആ ദിവസം അങ്ങനെ സ്റ്റാർട്ട് ആവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇന്ന് ദോശയും സാമ്പാറുമാണ്. അപ്പോൾ രാവിലെ സാമ്പാറൊക്കെ ആക്കിയെടുത്തിട്ട് ഇനിയിപ്പോൾ ദോശക്കുള്ള കാര്യങ്ങൾ, അപ്പോൾ കണ്ണൻ ഇന്ന് രാവിലെ ദോശയും സാമ്പാറും കൂടി കൊടുത്തുവിടാം, ചോറും ആക്കി കൊടുത്തുവിടാന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഓരോന്നോരോന്ന് തീർക്കാട്ടോ ജോലികൾ. നിങ്ങളൊക്കെ എങ്ങനെയാണ് കർക്കിടക മാസത്തിൽ കർക്കിടക കഞ്ഞി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമോ? എനിക്ക് ഇതുവരെ അങ്ങനെ സ്വന്തമായിട്ട് ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടു തരുമായിരുന്നു, ഇങ്ങനെ അമ്പലങ്ങളിൽ നിന്നൊക്കെ. ഇവിടെ വന്നിട്ട് അങ്ങനെ നേരത്തേക്ക് അമ്മ വെക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോഴൊന്നും അങ്ങനെ വെക്കാറില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഇപ്രാവശ്യമൊക്കെ വെക്കണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ യൂട്യൂബിലൊക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നോക്കി ഒന്ന് വെക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഒരു മഴയൊക്കെ ഭയങ്കരമായിട്ട് അത്രയും നേരം തെളിഞ്ഞു നിന്നാണേ, പെട്ടെന്നൊരു വലിയ മഴയൊക്കെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഈ കർക്കിടകം കറുത്താൽ ചിങ്ങം വെളുക്കും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു മഴയായിരിക്കും അല്ലേ. അപ്പം ചിങ്ങത്തിൽ നല്ല തെളിഞ്ഞൊരു ചിങ്ങമായിരിക്കും, അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിരിക്കുക. അപ്പോൾ അതേ കണ്ണിന് ചോറും മോരുകാച്ചിയതും ഇന്ന് പപ്പടം വറുത്തിട്ടാണ് കേട്ടോ കൊടുത്തു വിടുന്നത്. മീനൊന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കറിയൊക്കെ ആക്കിയതെടുത്ത് അപ്പോൾ അവൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അവനെ സ്കൂളിലേക്ക് ആക്കാനായിട്ട് കൺമണിയും ഏട്ടനും കണ്ണനും കൂടിയാണ് സ്കൂളിലേക്ക് ആക്കാനായിട്ട് സ്കൂൾ ബസ്സിൻ്റെ അങ്ങോട്ടൊന്നും ഉദ്ദേശിച്ചിട്ടാ അവിടെ കൊണ്ടേ ആക്കി വിടും. അപ്പോൾ കുറച്ചങ്ങോട്ട് പോകണേ. അപ്പോൾ മഴയാണ് വരണ്ടാന്ന് പറഞ്ഞിട്ട് അവൾ സമ്മതിക്കാണ്ട് അവൾ തന്നെ ആദ്യം ഓടിക്കേറിയതുകൊണ്ട് പിന്നെ ഏട്ടൻ കൊണ്ടുപോയി കരയിക്കണ്ടെന്ന് വെച്ചിട്ട്. ഇതിപ്പോൾ ദോശയാണെങ്കിൽ ഏട്ടനിങ്ങനെ ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടം. ഈ മുളകൊക്കെ ഇട്ടിട്ട് മുളക് ചമ്മന്തി എന്നാണ് പറയുക ഇവിടെ. അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ആക്കിയെടുക്കുകയാണ്. അപ്പോൾ തേങ്ങാ ചമ്മന്തി ഉണ്ട്, ഉള്ളിച്ചമ്മന്തി ഉണ്ട്, സാമ്പാറും ഉണ്ട്. ആ സമയത്ത് ആ കൺമണി ചേട്ടനാക്കിയിട്ട് വന്നിട്ട് ബ്രഷൊക്കെ ചെയ്യണേ. ബ്രഷ് ചെയ്ത് സ്വന്തമായിട്ട് ഇപ്പോൾ എല്ലാം ചെയ്യണം, ആരും സഹായിക്കേണ്ട, അവൾ സ്വയം പര്യാപ്തയായി എന്നാണ് അവൾ തന്നെ പറയുന്നത്. അപ്പോൾ അങ്ങനെതാ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ ചായ കുടിക്കാതിരിക്കട്ടെ. അപ്പോൾ ഇന്ന് എല്ലാവരും കുളിച്ച് വന്നിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ചായ കുടിക്കുകയാണേ. അപ്പോൾ അതാ ദോശയും സാമ്പാറും ഉള്ളിച്ചമ്മന്തി എല്ലാം കൂടി ചമ്മന്തിയൊക്കെ കൂട്ടി അങ്ങോട്ട് കഴിക്കുകയാണേ ഞാൻ. ചായ കുടിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ പിന്നെ ഏട്ടന് പോകാനുള്ള സമയമൊക്കെ ആയി. അങ്ങനെ ഏട്ടന് ഇറങ്ങിയിട്ടാ. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.